ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ പല ഭാഗത്തും പല യൂസേഴ്സിനും കുറച്ചു നേരത്തേക്ക് ഇൻസ്റ്റാഗ്രാം ഡൗൺ ആയിരുന്നു. പിന്നീട് ഇത് ഫിക്സ് ചെയ്തു. എമംഗ് അസ് എന്ന ഗെയിം 2021 എക്സ്ബോക്സ് കൺസോളിലോട്ട് വരുന്നു. അമേസ്ഫിറ്റ് GT2 എന്ന സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 1.65 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടാണ് ഈ സ്മാർട്ട് വാച്ച് വരുന്നത്. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ, സ്ലീപ്പ് മോണിറ്റർ, സ്ട്രെസ് ഡിറ്റക്ഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 12 സ്പോർട്സ് മോഡും വരുന്നുണ്ട്. 246 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 12,999 രൂപയാണ്. VI അവരുടെ വെബ്സൈറ്റ് വഴി സിം ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 399 രൂപയുടെ പ്ലാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് പോസ്റ്റ് പെയ്ഡിലും പ്രീപെയ്ഡിലും അവൈലബിൾ ആണ്. പ്രീപെയ്ഡിൽ 399 രൂപയ്ക്ക് ഡെയിലി 1.5 GB ഡാറ്റ ലഭിക്കും. 56 ദിവസമാണ് വാലിഡിറ്റി. 399 രൂപയുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാനിൽ 40 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. സാംസങ് ഗാലക്സി ബുക്ക് ഫ്ലക്സ് 2, ഗാലക്സി ബുക്ക് ഫ്ലക്സ് 2 5G, ഗാലക്സി ബുക്ക് അയോൺ 2, ഗാലക്സി നോട്ട്ബുക്ക് പ്ലസ് 2 എന്നീ ലാപ്ടോപ്പുകൾ സൗത്ത് കൊറിയയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ലാപ്ടോപ്പിൽ 11th ജനറേഷൻ ടൈഗർ ലേക്ക് CPU ആണ് വരുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസർ ആപ്പിൾ M1 മാക് മോഡലുകളിൽ എത്തിയിരിക്കുകയാണ്. സാംസങ് ഗാലക്സി ബഡ്സ് പ്രോയുടെ 360 ഡിഗ്രി ആനിമേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. ആമസോൺ ഫാബ് ഫോൺ ഫെസ്റ്റ് സെയിൽ ഡിസംബർ 22 മുതൽ തുടങ്ങും. ഇതിൽ സ്മാർട്ട് ഫോണുകൾക്കും അതുപോലെ തന്നെ ആക്സസറികൾക്കും 40% വരെ ഓഫ് വരും. സൈബർപങ്ക് 2077 എന്ന ഗെയിം സോണി പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ്. ഗെയിമിലെ ബഗ് കാരണമാണിത്. സാംസങ്ങിൻ്റെ Exynos 2100 എന്ന പ്രോസസ്സർ ജനുവരി 12 ലോഞ്ച് ചെയ്യും. ഇത് 5nm പ്രോസസ്സർ ആയിരിക്കും. ഇതിൽ 2.91 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex X1ൻ്റെ ഒരു കോറും 2.81 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A78Sൻ്റെ 3 കോറുകളും പിന്നെ 2.21 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A55ൻ്റെ 4 കോറുകളും വരും. സാംസങ് S21 സീരീസിൻ്റെ ഇന്ത്യൻ വെർഷനിൽ ഈ ഒരു പ്രോസസ്സറായിരിക്കും വരിക. ഗൂഗിൾ ഫിറ്റ്ബിറ്റ് മേടിച്ച ഡീല് ഈസി അംഗീകരിച്ചിരിക്കുകയാണ്. ഗൂഗിൾ ഫിറ്റ്ബിറ്റ് ഡിവൈസിൽ നിന്നും യൂസേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. $2.1 ബില്യൺ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് മേടിച്ചത്. ഈ ഒരു ഡീല് വഴി ഗൂഗിൾ ഫിറ്റ്ബിറ്റിൽ നിന്നും യൂസേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഈ ഒരു കേസിലാണ് ഇപ്പം വിധി വന്നിരിക്കുന്നത്. ഗൂഗിൾ ക്യാമറ ഗോ ആപ്പിൽ അഡ്വാൻസ്ഡ് HDR സപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. റിയൽമി വാച്ചസ് പ്രോയുടെ ചില സ്പെസിഫിക്കേഷൻ അവരുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1.39 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ സ്മാർട്ട് വാച്ച് വരിക. ഡിസംബർ 23 ഈ സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. റെഡ്മി ബുക്ക് പ്രോ 14s എന്ന ലാപ്ടോപ്പ് ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ലാപ്ടോപ്പിന് സിംഗിൾ കോറിൽ 1182 പോയിന്റും മൾട്ടി കോറിൽ 6431 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. AMD R5 5700U എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ലാപ്ടോപ്പ് വരിക. ഗൂഗിൾ AR മേക്കപ്പ് എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. OnePlusൻ്റെ പുതിയൊരു സ്മാർട്ട് വാച്ച് വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഗൂഗിളിൻ്റെ Wear OS സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. റിയൽമി ബഡ്സ് എയർ പ്രോ മാസ്റ്റർ എഡിഷൻ്റെ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ചില സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. PUBG മൊബൈൽ ഇന്ത്യ 2021 മാർച്ചിന് മുമ്പ് ഇന്ത്യയിൽ എത്തില്ല എന്നാണ് റിപ്പോർട്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ ബെഞ്ച് മാർക്കിംഗ് സ്കോർ പുറത്തു വന്നിരിക്കുകയാണ്. ആൻതൂത്തുവിലെ ഈ പ്രോസസ്സറിന് 7,35,439 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. ഗീക്ക് ബെഞ്ചിൽ സിംഗിൾ കോറിൽ 1135 പോയിന്റും മൾട്ടി കോറിൽ 3794 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. LG റോളബിൾ ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണിൻ്റെ പേര് LG സ്ലൈഡ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് 2021 ജൂണിൽ ലോഞ്ച് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ വില $2,359 ആവുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 1,73,400 രൂപ. 7.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ 4200 mAh ബാറ്ററിയും വരുന്നതായിരിക്കും. സാംസങ് S21, S21 Plus, S21 Ultra എന്നീ ഫോണുകളുടെ ഒഫീഷ്യൽ ഇമേജ് ഓൺലൈനിൽ എത്തിയിരിക്കുകയാണ്. Exynos 2100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോണുകൾ വരിക. OnePlus 9 സീരീസിൽ ലൈക്കയുടെ ക്യാമറ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. OnePlus 9 സീരീസിൽ OnePlus 9 അതുപോലെ OnePlus 9 Pro എന്നീ ഫോണുകൾ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോണുകൾ വരിക. സാംസങ് M12 എന്ന ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 7000 mAh ബാറ്ററി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പുണ്ടായിരുന്നു. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ Exynos 850 എന്ന പ്രോസസ്സറായിരിക്കും വരിക. സാംസങ് S21ൻ്റെ വില സാംസങ് S20യിലും കുറവും സാംസങ് S21 Plusൻ്റെ വില ഏകദേശം സാംസങ് S20 Plusൻ്റെ റേഞ്ചിലും
പിന്നെ സാംസങ് S21 അൾട്രയുടെ വില സാംസങ് S20 അൾട്രയേക്കാളും കൂടുതലും ആവുമെന്നാണ് റിപ്പോർട്ട്. എക്സിനോസ് 2100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ 3 ഫോണുകളും വരിക. മോട്ടോ G Play 2021 എന്ന ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറായിരിക്കും വരിക. 3GB RAM വെർഷനാണ് ഇപ്പം ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. വിവോ X60 സീരീസ് ചൈനയിലെ ഒഫീഷ്യൽ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നും ഡിസൈന്, കളർ ഓപ്ഷൻ, കോൺഫിഗറേഷൻ എന്നീ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവോ X60 സീരീസിൽ 2 ഫോണുകളായിരിക്കും വരിക. വിവോ X60യും പിന്നെ വിവോ X60 Proയും. വിവോ X60യിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 8GB RAM 128GB ഇന്റേണൽ വെർഷനും 8GB RAM 256GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോൺ ഗ്രേ, ഷിമ്മർ, അതുപോലെ തന്നെ ബ്ലൂയിഷ് പിങ്ക് എന്നീ 3 കളർ വേരിയൻസിലായിരിക്കും വരിക. വിവോ X60 Proയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ 12GB RAM 256GB ഇന്റേണൽ വെർഷനായിരിക്കും വരിക. പിന്നെ ഈ ഒരു ഫോൺ ഗ്രേ, ബ്ലൂയിഷ് പിങ്ക് എന്നീ 2 കളർ വേരിയൻസിലായിരിക്കും വരിക. ആപ്പിൾ iPhone 13 സീരീസിലെ ഇൻ ഡിസ്പ്ലേ ടച്ച് ID വരുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് A32 5G എന്ന ഫോൺ ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 477 പോയിന്റും മൾട്ടി കോറിൽ 1598 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 4GB RAM വെർഷനാണ് ഇപ്പം ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. പോക്കോയുടെ ലാപ്ടോപ്പുകൾ ഇന്ത്യയിലോട്ട് വരുന്നു എന്നാണ് റിപ്പോർട്ട്. പോക്കോയുടെ പുതിയ 2 ലാപ്ടോപ്പ് ബാറ്ററികൾ ഇന്ത്യയിലെ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. MI ലാപ്ടോപ്പിൽ വരുന്ന ബാറ്ററിയുടെ അതേ മോഡൽ നമ്പർ തന്നെയാണ് പോക്കോയുടെ ലാപ്ടോപ്പിലെ ബാറ്ററിക്കും വരുന്നത്. അപ്പം ഇത് MI ലാപ്ടോപ്പുകളുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓപ്പോ A53 5G എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 16 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4040 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 14,600 രൂപ പ്രൈസ് റേഞ്ചിലാണ്. റിയൽമി X7 Pro എന്ന ഫോൺ തായ്ലാൻഡിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1000+ എന്ന 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 41,900 രൂപ പ്രൈസ് റേഞ്ചിലാണ്.